ഹായ് ഹലോ, ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ച് പലഹാരം ഉണ്ടാക്കിയാലോ. നോമ്പിന് അടിപൊളിയാണ്, എണ്ണയിൽ പൊരിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് തേങ്ങ ഒരു മുറി, പിന്നെ പെരുംജീരകം 1/4 ടീസ്പൂണ്, ചെറിയുള്ളി, പച്ചമുളക് ഇവയൊക്കെ ചതച്ചെടുക്കാം. ഇനി മാവ് വാട്ടിക്കുഴച്ചതിലേക്ക് തേങ്ങ ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പൊടിയാണ്. അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കുഴച്ച് മാറ്റിയതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കൊത്തിയരിഞ്ഞ് ചെറുതായിട്ടരിഞ്ഞ ഉള്ളി, സവോളയും ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വഴന്ന് വരുമ്പം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇളക്കിയതിന് ശേഷം പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇവയും കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ചിക്കനും കൂടെ ചേർത്ത് മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കിയ മാവ് ചെറിയ ചൂടേ ഉള്ളൂ. ഇപ്പം ഇനി മാവൊന്ന് കുഴച്ച് നല്ല മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ ഓരോ ബൗളും ആക്കി എടുത്തതിന് ശേഷം വാഴയിലയിലാണ് ആക്കിയെടുക്കുന്നത്. ഇനി അതൊന്ന് റൗണ്ടിൽ പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഇങ്ങനെ ഇതുപോലെ റൗണ്ട് ആകൃതിയിലാക്കിയതിന് ശേഷം അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ചിക്കൻ്റെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മടക്കി ഈ ആകൃതിയിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇഡലി പാത്രത്തിൽ വെച്ച് വേവിക്കാം. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുവാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളിയാണ്. എണ്ണയിൽ പൊരിക്കാതെ ഹെൽത്തി ആയിട്ട് നോമ്പിന് കഴിക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ്. അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ച് ഇതുപോലെ റൗണ്ടിൽ മടക്കി ഷേപ്പ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഫുള്ളായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ റൗണ്ട് ആകൃതിയിൽ ഓരോ ബൗൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് ബാക്കിയുള്ള ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ച് ഒരു കട്ട്ലേറ്റിൻ്റെ ആകൃതിയിലാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് അതുപോലെ ചെയ്തെടുക്കുവാണ്. ബാക്കി വന്ന മാവ് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും നേരത്തെ തയ്യാറാക്കിയ ഇലയുടെ മുകളിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇത് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം 2 ഐറ്റംസും തയ്യാറായിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കിയ മാവ് കൊണ്ടുള്ളത് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവ ചേർത്തൊന്ന് മീനൊക്കെ തട്ടുന്ന പോലെ പേസ്റ്റ് രൂപത്തിലാക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇലയുടെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുവാണ്. നല്ല ചൂടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോ ഇതും ഈ മുളകിനകത്ത് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കൽമാസൊക്കെ തയ്യാറാക്കുന്ന അതേ ഇത് തന്നെയാണ്. ഇനി അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയാണ്. ഇതാ ഫില്ലിങ്സ് എല്ലാം വന്നുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. നോമ്പിനൊക്കെ എണ്ണയിലൊന്നും പൊരിക്കാതെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.